നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പോൾ വന്ന പ്രൊമോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഷിജോ നടന്നു വരുന്നത് അല്ലെ, താടിയൊക്കെ വലിച്ച് ഇത്തിരി മെലിഞ്ഞതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. നടന്നു വരുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഷിജോ ഇനി കേരളത്തിൽ ഇതോടുകൂടി ഷിജോയെ പറഞ്ഞു വിടുകയാണോ എന്നുള്ളൊരു ഡൗട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. കാരണം കഴിഞ്ഞ സീസണുകളിലെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ പുറത്ത് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനെ എല്ലാവരെയും ഫയർ ചെയ്യുന്നുണ്ട്. ആരുടെ? ഷിജോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? കറക്റ്റാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞോന്നറിയില്ല, മനസ്സുകൊണ്ട് ഇന്നലെയൊക്കെ വിളിച്ചവരൊക്കെ ഞാൻ പറയുന്ന ഒരു സംഭവമാണ്. ഒരൊറ്റ എണ്ണം ഷിജോയ്ക്ക് എന്തായെന്നോ ഒന്നും ചോദിക്കുന്നില്ല. മറിച്ച് എല്ലാ കുറ്റവും ഷിജോയുടെ തലയിൽ കൊണ്ടിടാൻ ശ്രമിക്കുന്ന വീട്ടുകാരെയാണ് നമ്മൾ കണ്ടത്. റോക്കി ചെയ്തത് ശരിയാണ്, യവൻ പ്രവോക്ക് ചെയ്തത് കൊണ്ടാണ് അടിച്ച്. ഇന്ന് രാവിലെ ഈ പറയുന്ന ശ്രീലേഖ വരെ പറയുന്നുണ്ട്, തുടരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തൊട്ടത് കൊണ്ടല്ലേ അടിച്ചത് എന്നുള്ള രീതിയിലുള്ള സംസാരം. ലാലേട്ടനൊരു ക്ലാപ്പ് കൊടുക്കണം. കാരണം കൊടുക്കണം അവർക്ക്. സ്വന്തം കൂടെ നിന്ന് ഒരു അടി വാങ്ങിച്ചു പോയി പുറത്തുപോയ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അടി കൊടുത്തവന്റെ മാസ് വിളിച്ച് പറയുന്നത്. അതിന് കാരണം എന്തൊക്കെ? കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന റോക്കി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഈ ഓഡിയൻസിൽ നിന്ന് കിട്ടിയ കയ്യടി, അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ തെണ്ടിത്തരം ഈ പറയുന്ന വീട്ടുകാർ കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് ജാസ്മിൻ. അത് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചു. നമ്മളിതൊന്നും വലിയ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് കാണിച്ചു. പക്ഷേ ഇവിടെ കൊടുക്കുന്നത് മറ്റാർക്കുണ്ട്, അത് മറ്റാരുമല്ല, നോറയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ ഇങ്ങനെയാണ്. നോറയ്ക്ക് കൃത്യമായിട്ട് നോറ ലാലേട്ടനോട് ചോദിക്കുന്നു, ലാലേട്ടൻ ലൈവ് കണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ലൈവിൽ നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് നോറ പറയുമ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞു, ഞാൻ ലൈവ് കണ്ടോ ഇല്ലെന്ന് തിരക്കേണ്ട ആവശ്യം താങ്കൾക്കില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, നോറയെ അടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ കിടിലം. അതിനുശേഷം ഇനി മറ്റേ കാര്യത്തിൽ വരാം. ഷിജോ പുറത്താക്കി ഇല്ല. ഷിജോ അവിടെ വരുന്നു, സംസാരിക്കുന്നു, ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ലാലേട്ടൻ്റെ കൈ കൊടുത്തിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിജോ പോകുന്നത്. ഷിജോ ഈ പറയുന്ന വീട്ടുകാരുടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കാണാം എന്ന് വരും, പിന്നീട് വരുമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഷിജോ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. ഈ ആഴ്ചയില്ല, നെക്സ്റ്റ് വീക്ക് ഷിജോ തിരിച്ചു വരും എന്നുള്ളത്. ഷിജോ അവിടെ കാണിച്ച് ഷിജോ പുറത്തേക്കല്ല പോകുന്നു, ഷിജോ തിരിച്ചു വരും. ഷിജോ അവരുമായിട്ട് സംസാരിച്ച് ലാലേട്ടനോട് കൈ കൊടുത്ത് നമുക്ക് ഉടനെ കാണാം. എല്ലാം ഡോക്ടറുടെ ഒരു ഫൈനലൈസ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഷിജോയ്ക്ക് തിരിച്ച് വീടിനകത്തോട്ട് കയറാൻ പറ്റില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കാനുള്ള, ആഹാരം കഴിക്കാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. വീട്ടുകാർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടതായിരുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.